നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. SIRമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതുപോലെ തന്നെ പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം നമ്മോട് ചോദിക്കുന്ന രേഖയാണ് നമ്മുടെ ജനനം തെളിയിക്കുന്ന രേഖ, അല്ലെങ്കിൽ ജനസ്ഥലം തെളിയിക്കുന്ന രേഖ എന്നുള്ളത്. നമുക്കറിയാം, നമുക്ക് വളരെ കുറഞ്ഞ രേഖകൾ മാത്രമാണ് നമ്മുടെ ജനസ്ഥലം തെളിയിക്കുന്ന രേഖയായിട്ട് നമ്മൾ ഉണ്ടാകാറുള്ളൂ. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ് നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ്. ആ ജനന സർട്ടിഫിക്കറ്റിൽ നമ്മൾ എവിടെയാണ് ജനിച്ചത്, ഏത് സ്ഥലത്താണ് ജനിച്ചതെന്ന് രേഖപ്പെടുത്താറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു രേഖയാണ് നമ്മുടെ പാസ്പോർട്ട്. അതിലും നമ്മുടെ ജനനം എവിടെയാണ് രേഖപ്പെടുത്തുന്നത്, ജനനം സ്ഥലം എവിടെയാണ് രേഖപ്പെടുത്താറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഇതിലും ജനസ്ഥലം എവിടെയാണ് രേഖപ്പെടുത്താറുണ്ട്. ഈ ഒരു 3 രേഖ മാത്രമാണ് നമ്മുടെ ജനസ്ഥലം എവിടെയാണ് രേഖപ്പെടുത്താറ്. അതുപോലെ തന്നെ അതിൽ ജനന സർട്ടിഫിക്കറ്റിൽ ഉള്ളതുപോലെ തന്നെ ജനതീയതിയും കറക്റ്റായി തന്നെ രേഖപ്പെടുത്താറുണ്ട്. ഇങ്ങനെയുള്ള ജനന സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയാൽ എന്ത് ചെയ്യണം? അതുപോലെ തന്നെ കുറച്ച് പ്രായമുള്ള ആളുകൾക്ക് പുതിയതായി ജനന സർട്ടിഫിക്കറ്റ് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം? അതുപോലെ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ടും അതിലെ പേര്, നമ്മുടെ അച്ഛനമ്മമാരുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് എങ്ങനെ തിരുത്താം എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമ്മൾ 3 രൂപത്തിലുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഒന്ന്, നിലവിൽ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ടും അത് നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് എങ്ങനെ ജനന സർട്ടിഫിക്കറ്റ് തിരിച്ചെടുക്കാം. അതുപോലെ തന്നെ ജനന സർട്ടിഫിക്കറ്റിലെ പേര്, മാതാപിതാക്കളുടെ പേര് എങ്ങനെ തിരുത്താം. ഇതുവരെയും ജനനം രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾക്ക് എങ്ങനെയാണ് പുതിയതായി ജനനം രജിസ്റ്റർ ചെയ്യുക. നമ്മൾ ചെയ്യുന്ന വീഡിയോസുകൾ പല കാര്യങ്ങൾക്കും ചിലപ്പോൾ നിങ്ങളുടെ വാട്സപ്പുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വാട്സപ്പിൽ കൂടെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സേവനങ്ങൾ നൽകാറുമുണ്ട്. നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്മുടെ ചാനൽ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് അവിടെ കാണുന്ന ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കും. ചെറിയൊരു മാസം 29 രൂപ നൽകി കഴിഞ്ഞാലായിരിക്കും നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കുക. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നേരിട്ട് തന്നെ മറുപടി നൽകുന്നതാണ്. താല്പര്യമുള്ള ആളുകൾ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് നമ്പർ നേടുക. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് നിലവിൽ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു പോയ ആളുകൾക്കാണ്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമുക്ക് തന്നെ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഏത് കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റാണോ വേണ്ടത്, ആ കുട്ടിയുടെ മാതാവിൻ്റെ പേര്, കുട്ടി ജനിച്ച തീയതി, രജിസ്റ്റർ ചെയ്ത പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ, ഈ 3 കാര്യങ്ങൾ മാത്രം നൽകി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ജനന സർട്ടിഫിക്കറ്റ് മാത്രമല്ല, മരണ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ മാരേജ് സർട്ടിഫിക്കറ്റ് എന്നിങ്ങനെയും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ മൊബൈൽ ഫോണിൽ സ്മാർട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് സെർച്ച് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കാണുന്ന കോളങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അത് എങ്ങനെയുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന സർട്ടിഫിക്കറ്റിൽ ചിലപ്പോൾ നമ്മുടെ പേര്, അതുപോലെ തന്നെ മാതാപിതാക്കളുടെ പേര് എന്നിവ ഉണ്ടാവാറില്ല. ചില സർട്ടിഫിക്കറ്റിൽ നമ്മുടെ പേര് ഇംഗ്ലീഷിൽ രേഖപ്പെടുത്താറില്ല. അതുപോലെ തന്നെ നമ്മുടെ സർനെയിം അതിൽ ഉണ്ടാവാറില്ല. മാതാപിതാക്കളുടെ പേരിൻ്റെ കൂടെ സർനെയിം ഉണ്ടാവാറില്ല. ഇങ്ങനെയുള്ള കേസുകളാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കൂടുതൽ രേഖകൾ ആവശ്യമില്ലാതെ തന്നെ നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കും. കുറച്ച് കഴിയുന്ന ആളുകളാണെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ അതല്ലെങ്കിൽ തൊട്ടടുത്തുള്ള അക്ഷയ ഓൺലൈൻ സെൻറ്ററുകൾ വഴിയോ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് നമുക്ക് വേണ്ടത്, നമ്മുടെ പേര് തിരുത്താനാണെങ്കിൽ നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ്, കുട്ടിയുടെ പേര് തിരുത്താനാണെങ്കിൽ കുട്ടിയുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ്, അതല്ലെങ്കിൽ കുട്ടിയുടെ SLC ബുക്ക്, ഈ സ്കൂൾ ചേർത്തിട്ടില്ലെങ്കിൽ കുട്ടിയുടെ മാതാപിതാക്കളുടെ സമ്മതപത്രം, ഇത്ര മാത്രം മതിയാവും. കൂടുതൽ രേഖകളൊന്നും ആവശ്യമില്ല. കുട്ടിയുടെ SLC ബുക്കിൽ എങ്ങനെയാണ് പേരുള്ളത് അതുപോലെ തന്നെ നമുക്ക് പേര് മാറ്റിയെടുക്കാൻ സാധിക്കും. ഓൺലൈൻ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് അപ്രൂവൽ ആകുന്നുണ്ട്. 55 രൂപയാണ് ഇതിന് ഗവൺമെൻറ് ഫീസ് ഉള്ളത്. ഇത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി കുട്ടിയുടെ മാതാപിതാക്കളുടെ പേരാണ് തിരുത്താനുള്ളതെങ്കിൽ നിങ്ങൾക്ക് മാതാപിതാക്കളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് വെച്ചും ഇതുപോലെ തന്നെ തിരുത്താം. മാതാപിതാക്കളുടെ SLC ബുക്കോ അതല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റോ വെച്ച് ഈ ഒരു കാര്യങ്ങൾ തിരുത്താൻ സാധിക്കും. ഇത് ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. നിങ്ങൾക്ക് ഏത് പഞ്ചായത്തിലേക്കും നിങ്ങളുടെ അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. നിങ്ങളതിന് പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയോ നേരിട്ട് സന്ദർശിക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു 90-ന് മുമ്പ് ജനിച്ച അല്ലെങ്കിൽ 2000-ന് മുമ്പ് ജനിച്ച ആളുകളാണെങ്കിൽ, അവർക്ക് ഇതുവരെയും ജനന സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്യാത്ത ആളുകളാണെങ്കിൽ അവർക്ക് ഇപ്പോൾ ജനം രജിസ്റ്റർ ചെയ്യാൻ സൗകര്യമുണ്ട്. ഈ ഒരു കാര്യങ്ങൾ, ഇതിൻ്റെ പ്രൊസീജിയർ കുറച്ച് ബുദ്ധിമുട്ടാണ് എങ്കിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മുടെ ഇപ്പോൾ താമസിക്കുന്ന നമ്മുടെ പഞ്ചായത്തിൽ ആ പഞ്ചായത്തിൽ ഇതുവരെയും നമ്മുടെ ജനം രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് വാങ്ങണം. ആ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു നോട്ടറി വക്കീലിനെ കൊണ്ട്
നമ്മുടെ ജനനം ഇതുവരെയും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഒരു നോട്ടറി അഫിഡേവിറ്റ് വാങ്ങണം. അതിനുശേഷം നമ്മുടെ വീട്ടിൽ മറ്റ് ജനിച്ച കുട്ടികളുടെ, നമ്മുടെ ജ്യേഷ്ഠ അനിയന്മാരുടെയും പെങ്ങന്മാരുടെയും അവരുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഉണ്ടെങ്കിൽ അതും നമ്മൾ കൈവശം വെക്കണം. അവരുടെ SLC ബുക്ക് ആവാം, അതല്ലെങ്കിൽ അവരുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ആകാം, അതും നമുക്ക് ആവശ്യമുണ്ട്. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ജനിക്കുമ്പോൾ, അതായത് നമ്മൾ ജനിക്കുന്ന സമയത്ത് 18 വയസ്സ് പ്രായപൂർത്തിയായ രണ്ടാളുടെയും സാക്ഷ്യപത്രം. നമ്മളെക്കാളും 18 വയസ്സ് കൂടുതലുള്ള ആളുകളായിരിക്കണം, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ ആരുമാവാം, നമ്മുടെ അയൽവാസികളാകാം. നമ്മൾ ജനിക്കുന്ന സമയത്ത് 18 വയസ്സായ ആളുകളുടെ സമ്മതപത്രം. ഈ ഒരു 5-8 കാര്യങ്ങളാണ് അതിന് ആവശ്യമുള്ളത്. അതിനുശേഷം നമ്മൾ ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇതിൽ ശ്രദ്ധിക്കുക, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് സമയമെടുക്കുന്നുണ്ട്, എങ്കിൽ നമുക്കത് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് നല്ല പ്രായമുള്ള, ഇപ്പോൾ 65 അല്ലെങ്കിൽ 50-40 വയസ്സുള്ള ആളുകൾക്കും ജനസംഖ്യ നിർബന്ധമില്ല. പക്ഷേ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. പല കാര്യങ്ങൾക്കും നമ്മൾ മുകളിൽ വീഡിയോ പറഞ്ഞതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും അവർക്ക് ജനസർട്ടിഫിക്കറ്റ് നിർബന്ധമില്ലെങ്കിൽ പോലും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ അവരുടെ ആധാർ കാർഡിൽ അവരുടെ പേര് തിരുത്താൻ, അതല്ലെങ്കിൽ അവരുടെ മറ്റു കാര്യങ്ങൾക്ക്, അതുപോലെ തന്നെ SIRമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമ്മുടെ ജനനം തെളിയിക്കുന്ന രേഖയായിട്ട്, പൗരത്വ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ജനനം രജിസ്റ്റർ ചെയ്ത രേഖയായിട്ടെല്ലാം ഇത് ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ അവർക്ക് ഒരു കാര്യം ശ്രദ്ധിക്കണം, അവർക്ക് ഈ കാര്യം നിർബന്ധമില്ല. അവർക്ക് ഈ കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. എന്നിങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കറക്റ്റായി തന്നെ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നേരിട്ട് അഡ്വൈസറിന് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടാം. നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കും. അത് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ, അത് നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നമ്മൾ പറഞ്ഞു തരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നത് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു